കോഴിക്കോട് പയ്യോളി പെരുമാൾപുരത്ത് ദേശീയപാതയിലെ കുഴിയിൽ ലോറി കുടുങ്ങി. കോഴിക്കോട് ഭാഗത്തേക്ക് ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. ട്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സുനോജ് തോമസ് ഉണ്ട് സ്ഥലത്ത് നിന്നും. സുനോജ്, ഗുഡ് മോർണിംഗ് സുനോജ്. ഇതെന്താണ് സംഭവം? കുഴിയിൽ കുടുങ്ങിയതാണോ? അനുകുമാർ, ഗുഡ് മോർണിംഗ്. കുറച്ച് മുൻപ് നമ്മളൊരു റീൽ കാണിച്ചില്ല, വൈറലായ റീൽ എന്ന് പറഞ്ഞിട്ട് പയ്യോളി പെരുമാൾപുരത്ത്. ആ കുഴിയുടെ തൊട്ടപ്പുറത്തുള്ള കുഴിയിലാണ് ഇന്ന് രാവിലെ അല്പസമയം മുൻപ് ഒരു ചരക്ക് ലോറി കുടുങ്ങിയിരിക്കുന്നത്. ചില ആളുകൾക്ക് സംശയമുണ്ട് ഈ ലോറിയൊക്കെ കുടുങ്ങുന്നത് വാർത്തയാണോ എന്ന്. കാരണം യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രേക്ഷകൻ കമന്റ് ഇട്ടിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ലോറി കയറി പോവില്ല എന്ന്. അതായത് ഈ പയ്യോളിയിലെ കുഴികളെക്കുറിച്ചോ അല്ലെങ്കിൽ വടകരയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കോ തിരിച്ചോ യാത്ര ചെയ്യാത്തൊരു പ്രേക്ഷകനാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഈ വഴി ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഇന്നലെ പോലും ഞാൻ ആ ഭാഗത്തേക്ക് പോയി വന്നതാണ്. എണ്ണിയാൽ തീരാത്ത കുഴികളാണ്. അത്തരത്തിലുള്ളൊരു കുഴിയിലാണ് ഈ ലോറി ഇന്ന് കുടുങ്ങിയിരിക്കുന്നത്. ഈ ലോറി കുടുങ്ങിയത് കൊണ്ട് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. അതായത് ഈ ഓഫീസ് ടൈമാണ്, കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകുന്ന സമയമാണ്. ആ സമയത്താണ് ഈ രീതിയിൽ ലോറി അവിടെ കുടുങ്ങിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, വലിയ വെള്ളക്കെട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് തന്നെ കുഴി എവിടെയാണെന്ന് ഡ്രൈവർമാർക്ക് അറിയാൻ കഴിയില്ല. റോഡിന് നടുവിലാണോ, ഇടതുവശത്താണോ, വലതുവശത്താണോ ഒന്നും തന്നെ അറിയാൻ കഴിയില്ല. ചെറുവാഹനങ്ങൾക്ക് തന്നെ അടി തട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു കുഴിയിലാണ് ഈ ലോറി വന്ന് വീണിരിക്കുന്നത്. ഏതായാലും ക്രെയിൻ എത്തിച്ച് പോലീസിന്റെ സഹായത്തോടുകൂടി ആ ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ വടകര ഭാഗത്തേക്ക് കോഴിക്കോട്ടേക്ക് വരുന്ന റോഡ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പയ്യോളി ജംഗ്ഷനിലൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്കാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇനി വഴി തിരിച്ചു വിടണമെങ്കിൽ തന്നെ പയ്യോളിൽ നിന്ന് പേരാമ്പ്ര വഴി കറങ്ങി തിരിഞ്ഞു വേണം കോഴിക്കോട് ഭാഗത്തേക്ക് വരാനുള്ളത്. ആംബുലൻസ് ഉൾപ്പെടെ കടന്നു പോകേണ്ട ഒരു ദേശീയപാത കൂടിയാണ്. അതായത് ജില്ലാ കളക്ടർ പറഞ്ഞത് 2 ദിവസം കൊണ്ട് കുഴികൾ അടയ്ക്കണമെന്ന് ഒരാഴ്ച മുൻപ് നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. വലിയ കുഴികളും വെള്ളക്കെട്ടുമാണ് ഈ ദേശീയപാതയിൽ മുഴുവനുള്ളത്. ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. നിർമ്മാണം നടക്കുമ്പോഴും സർവീസ് റോഡെങ്കിലും നന്നാക്കി കൊടുത്താൽ വാഹനങ്ങൾക്ക് വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഈ പയ്യോളി മേഖലയിൽ സർവീസ് റോഡ് വെള്ളക്കെട്ടിലാണ്.